എല്ലാവർക്കും നമസ്കാരം. ദ പ്രീസ്റ്റ് എന്ന മമ്മൂക്ക ചിത്രത്തിന് ശേഷം ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ ചിത്രമാണ് രേഖാചിത്രം. ചിത്രത്തിൽ അനശ്വര രാജൻ, ആസിഫ് അലി, ബിജു മേനോൻ എന്നിവരാണ് കേന്ദ്ര കഥാപാത്രമായി എത്തുന്നത്. ചിത്രം ഇപ്പോൾ റിലീസായിരിക്കുകയാണ്. ചിത്രത്തിൻ്റെ ആദ്യ ഷോ കേരളത്തിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഒരു കുറ്റാന്വേഷണ ചിത്രമെന്ന നിലയിൽ വളരെ മികച്ച ഹൈപ്പിൽ തന്നെയാണ് ചിത്രം റിലീസായിരിക്കുന്നത്. കാവ്യ ഫിലിംസിൻ്റെ ബാനറിൽ വേണു കുന്നേപ്പള്ളിയാണ് ഈ ഒരു ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. വേണു കുന്നേപ്പള്ളി നിർമ്മിച്ച ചിത്രമായതുകൊണ്ട് തന്നെ ചിത്രത്തിന് മികച്ച റിലീസാണ് കേരളത്തിനു പുറത്തും ഓവർസീസിലും ലഭിച്ചിരിക്കുന്നത്. രേഖാചിത്രത്തിൻ്റെ ആദ്യ ഷോ കേരളത്തിൽ ആരംഭിച്ചത് രാവിലെ 9:45 സിനിമയുടെ ആദ്യ പ്രതികരണങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഒരുപാട് പ്രേക്ഷകരാണ് കാത്തിരിക്കുന്നത്. സിനിമയുടെ ആദ്യ ഷോ കേരളത്തിൽ ആരംഭിച്ച ഉടൻ തന്നെ ചിത്രത്തിൻ്റെ ബുക്ക് മൈ ഷോയിൽ ഓരോ മണിക്കൂറിലും വിറ്റുപോകുന്നത് ഏകദേശം 1500 പരം ടിക്കറ്റുകളാണ്. സിനിമയുടെ ദൈർഘ്യമെന്ന് പറയുന്നത് 2 മണിക്കൂറും 20 മിനിറ്റും മാത്രമാണ്. മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ കൈയടയാളങ്ങൾ ചിത്രത്തിൽ ഉണ്ടെന്നറിഞ്ഞപ്പോൾ തന്നെ ചിത്രം മികച്ചൊരു ഹൈപ്പിലേക്ക് പോയിരുന്നു. അത് എവിടെയാണ് പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നറിയാൻ വേണ്ടി ഒരുപാട് പ്രേക്ഷകർ കാത്തിരിക്കുന്നുണ്ട്. രേഖാചിത്രത്തിൻ്റെ ആദ്യ റിവ്യൂ എപ്പോഴാണ് പുറത്തു വരുന്നത്? ഏകദേശം ചിത്രത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് കഴിയുന്നത് 11:30 കൂടിയായിരിക്കും. ഏകദേശം ചിത്രത്തിൻ്റെ ഫുൾ റിവ്യൂ വരാൻ വേണ്ടി 1 മണിയെങ്കിലും ആകും. രേഖാചിത്രത്തിൻ്റെ റിലീസിന് മുമ്പ് നടന്ന പ്രിവ്യൂ ഷോകളിലൊക്കെ മികച്ച അഭിപ്രായമാണ് ചിത്രം നേടിയിരിക്കുന്നത്. 2025 ജനുവരി മാസത്തിൽ റിലീസ് ചെയ്യാൻ പോകുന്ന ഇന്ത്യൻ സിനിമകളിൽ ഏറ്റവും പ്രതീക്ഷയുള്ള സിനിമകളിൽ ടോപ്പ് 10 വന്ന ഏക മലയാള ചിത്രം രേഖാചിത്രമാണ്. രേഖാചിത്രത്തിൻ്റെ അഡ്വാൻസ് പ്രീ സെയിലിലൂടെ മാത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഫൈനൽ കളക്ഷനിലൂടെ നേടിയത് 37 ലക്ഷം രൂപയാണ്. 2025 മറ്റൊരു മലയാള വിജയമായി ചിത്രം മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ആരൊക്കെയാണ് ഇന്ന് ആസിഫ് അലി, അനശ്വര രാജൻ, ബിജു മേനോൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായി എത്തിയ രേഖാചിത്രം തിയേറ്ററിൽ പോയി കാണുന്നുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് കാണാം.